എല്ലാ പ്രാവശ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാണല്ലോ. പക്ഷെ യാത്രയിൽ നമ്മുടെ സ്റ്റൊമക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് പിള്ളേരുടെ. അപ്പം നമ്മൾ ഫൈബർ കൂടുതലുള്ള ഓട്സിൻ്റെ പോറിഡ്ജാണിത്. ഒത്തിരി ലിക്വിഡി അല്ല, കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കിയത് ശരിക്കും വെള്ളം തിളപ്പിച്ച് ഓട്സ് അതിലിട്ട് ഉപ്പിട്ട് അത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഇത്. ഇതിൻ്റെ അകത്ത് ഇത് കംപ്ലീറ്റ്, അതായത് തവിടും എല്ലാ സാധനങ്ങളും ഉള്ള ഓട്സാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നമ്മൾ ബെറിയുടെ ഒരു സൂപ്പാണ് ഒഴിക്കുന്നത്. ടേസ്റ്റ് മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണല്ലോ രാവിലെ, പ്രത്യേകിച്ച് രാവിലെ. എന്നെ ടേസ്റ്റിന് കുഴപ്പം, ബെറിക്ക് നല്ല ടേസ്റ്റ് ഇല്ലേ ചായ അതിൻ്റെ ആ സൂപ്പിന്? അടിപൊളി. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിക് ഓഷൻ എത്തി. പക്ഷെ വെതർ ചതിച്ചാശാനെ. പക്ഷെ കാറ്റ്, തണുപ്പ് നോക്കാം നമുക്ക്. ഞങ്ങൾ ആ ബ്രിഡ്ജിലേക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ആ കാണുന്നതാണ് ഗായ്സ് നമ്മുടെ ഫേമസ് അറ്റ്ലാന്റിക് ഓഷൻ ബ്രിഡ്ജ്. നമ്മൾ ആ പാലത്തേക്കൂടെയാണ് കയറാൻ പോകുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രത്യേകതയാണ് ആ ഒരു ഭീകരത ജനിപ്പിക്കുന്നത് അല്ലേ? ഇവിടെ ഈ ബ്രിഡ്ജില് ശരിക്കും ഭയങ്കര മഴയുള്ള സമയത്തൊക്കെയാണ് ഈ വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറുന്നതൊക്കെ ഉള്ളതാണ്. ഭയങ്കരമായിട്ട് വെള്ളം അടിച്ചു കയറും. പക്ഷെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ആൾക്കാർ നടന്നു വന്ന് ഫോട്ടോസ് എടുക്കുന്നത്, മീൻ പിടിക്കുന്നതൊക്കെ എന്തോരം പേരെ മീൻ പിടിക്കണമെന്നൊക്കെ. ഇവിടെ എൻഡാമീനായിരിക്കും കൂടുതൽ കിട്ടുന്നത് അല്ലേ? അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്ന് നമുക്ക് ക്ലിപ്പ് എടുക്കാം. ഓ യെസ്, ഇതാണ് ആ റോഡ്, നമ്മൾ കാണുന്ന ആ ഭീതി ജനിപ്പിക്കുന്ന റോഡ്. വണ്ടി വന്നേക്കുന്നവർക്ക് ചൂണ്ടയിടുന്ന കേട്ടോ. ഒത്തിരി മീൻ കിട്ടുന്ന സ്ഥലമാണ്. ഇന്ന് വെതർ ഒരു സുഖമില്ല. കാറ്റുണ്ടോ? കാറ്റുണ്ട്, ചെറിയ തണുപ്പുണ്ട് അല്ലേ? അത് കയറ്റി വെച്ചോ. ചുക്കുവിന് വയ്യായിരുന്നത് കൊണ്ട് ചുക്കു പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇരുന്നതൊക്കെ കണ്ടതുള്ളൂ. ഇതേ കാണുന്നതാണ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് കുറച്ച് സ്റ്റോറി ഉണ്ട്. അത് നമ്മൾ മറ്റേ ഡ്രോൺ ഷോട്ടിൻ്റെ ഇടയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുക അല്ലേ? ഞാനും ജോണിക്കുട്ടിയൊക്കെ നടന്ന് കുറേ പോയി. ലോകത്തിലെ ഏറ്റവും മികച്ച റോഡ് ട്രിപ്പായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് അറ്റ്ലാന്റിക് ഓഷൻ റോഡ്. ഈ റോഡിലാണ് ഏറ്റവും കൂടുതൽ ഓട്ടോമോട്ടീവ് പരസ്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് ഓട്ടം ടൈമിൽ ഇത് വേവ്സൊക്കെ കൂടുതൽ വരുന്ന സമയമാണ്. അപ്പം പല ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെയും വെള്ളമെല്ലാം ഇടിച്ച് കയറി, അപ്പോൾ കുറച്ച് ഭീകരതയൊക്കെ കൂടുതൽ തോന്നും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോഡാണ് ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇതിലൂടെ വന്ന് വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ റോഡിൻ്റെ മിക്ക വശങ്ങളിലും തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഫ്രീ ആണ്. ഇപ്പം വണ്ടി കൊണ്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ക്യാരവാനും കൊണ്ട് വരുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഫിഷിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇഷ്ടമാതിരി ഫിഷൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഞങ്ങളാണെങ്കിൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നപ്പം ഫിഷിംഗ് റോഡൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഫിഷിങ് ചെയ്യാൻ പറ്റിയില്ല.
പക്ഷേ ഇന്നിപ്പം കുഴപ്പമില്ലാത്തൊരു വെതറായിരുന്നു. എങ്കിൽ പോലും ഒരു ആവറേജ് ഒരു 10 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത്ര സണ്ണി അല്ലായിരുന്നു, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുള്ള വ്യൂ ഒക്കെ കിട്ടി. പിന്നെ നോർവേയിലെ വെതർ നമുക്ക് ഒരിക്കലും ഇന്നതായിരിക്കുമെന്ന് ചിന്തിച്ച് വരാൻ പറ്റത്തില്ല. എപ്പോഴും തന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് വെതറിലായാലും കാണാൻ നല്ല രസമാണ്. മഴയായാലും അല്ലെങ്കിൽ ഫോഗായിട്ടിരിക്കുന്ന സമയത്തായാൽ പോലും വിൻഡി ആണെങ്കിലും ഒരു പ്രത്യേക രസമുണ്ട്. ഈ റോഡ് കണക്ഷൻ ക്രിസ്ത്യൻസുണ്ടിനും മോൾഡിനും ഇടയ്ക്കുള്ളൊരു കണക്ഷനായിട്ടാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് വിസിറ്റ് ചെയ്ത് ഫസ്റ്റ് നോർവേ വിസിറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ പണ്ട് ഗൂഗിളിലൊക്കെ കണ്ട് ആ ഒരു ഭീകരതയൊക്കെ പ്രതീക്ഷിച്ചാണ് പണ്ട് വന്നത്. പക്ഷെ വന്ന് നേരിട്ട് കണ്ടപ്പോൾ ആ ഭീകരതയൊന്നും ഇല്ലായിരുന്നു. 6 വർഷം മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത്. പിന്നെ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഏരിയയിൽ വീണ്ടും വരുന്നത്. പക്ഷെ അന്ന് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ, അതായത് ടൂറിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നത് നോർവേ ഭയങ്കരമാണ്. അതായത് നമുക്കിവിടെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വണ്ടിക്കകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് എംറ്റി ആക്കാനും വേസ്റ്റ് വാട്ടർ കളയുന്ന സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ് നോർവേയിൽ. ഫിൻലൻഡിലുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലുള്ള നോർവേയിലാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും ടോയ്ലറ്റ് എംറ്റി ആക്കും, അതോടൊപ്പം തന്നെ വെള്ളം ഫില്ല് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രത്യേക സെക്ഷനുണ്ട്, അത് ഡ്രിങ്കിങ് വാട്ടറാണ്. അത് ടോയ്ലറ്റ് എംറ്റി ആക്കാനുള്ള സൗകര്യം, വേസ്റ്റ് കളയാനുള്ള സൗകര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കളഞ്ഞ് റെഡി ആയിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലമായ എങ്ങോട്ടാണ് നമ്മൾ പോണേ? ഗെറിങ്ഫോർഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. അത് അവിടെ നല്ല വെതർ ആയിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. വെതർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷൻ റോഡിൽ നിന്ന് നേരെ ഗെറിങ്ഫോർഡിന് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ചെറുതായിട്ട് ക്ലൗഡിയാണ്. നമ്മൾ അടുത്ത ഫെറി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ മോൾഡെ പോരുന്ന വഴിക്ക് ഒരു ഏഷ്യൻ മാർക്കറ്റ് കണ്ടു. നോർവേയിൽ ഒരു കടയിലും കയറത്തില്ല. ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവെ പൈസ കൂടുതലാണ്. നോർവേയിൽ ഒരു കടയിലും കയറില്ലാന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ ഫെറിയിൽ വന്ന് ഇച്ചായൻ അവിടെ നിന്ന് തിരിച്ചത് പോയിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞോണ്ട് പോയി എന്നെ മേടിച്ചോണ്ട് വന്നേക്കണ സാധനം. ഓഹോ, അത്ര അല്ലല്ല. ഫെറിയിലേക്ക് വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വണ്ടിയത്തേക്ക് കയറുമെന്ന് അറിയത്തില്ല. എല്ലാം കയറുമായിരിക്കും അല്ലേ? എന്ത് വണ്ടി, ചെറിയൊരു ഫെറിയാണ്, പക്ഷെ എത്ര വണ്ടിയല്ലേ. എല്ലായിടത്തും ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വണ്ടി കൊണ്ടായാലും നമ്മളാണേലും അല്ലേ. നോർഡിക് കൺട്രിയിൽ ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം തന്നെയാണ്. ആരും അങ്ങനെ ഇടയിലൂടെ കുത്തി കയറത്തൊന്നുമില്ല. ഇപ്പം നമ്മള് നിന്ന ലൈനിന്റെ, അതായത് ബാക്കിലായി പോയ ആളാന്ന് കൂടെ ഒരു ക്യാരവാൻ ഏത് രാജ്യം നോക്കിയില്ല കേട്ടോ. നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നോ? അവരാണെങ്കിൽ ഇടയിലോടെ ഇങ്ങനെ തള്ളി എടുത്തോണ്ട് വന്നു. അപ്പോൾ ആണെങ്കിൽ ലോറിക്കാർ ഭയങ്കര ഓണടിച്ച് അതിന്റെ അർത്ഥം തെറി വിളിക്കാന്നല്ലേ. എന്നിട്ട് കയറ്റി, എന്നാലും അതിന്റെ ഇടയിലൂടെ അവർ കയറ്റി എടുത്ത് പോന്നല്ലേ. ഇച്ചായൻ അതിന്റെ ഹാഫ്, അതായത് വഴിയുടെ പകുതിയാക്കി വണ്ടി നിർത്തിയാണ്. അപ്പൊ അവർക്ക് കയറി പോകാൻ പറ്റുന്നില്ലോ, ബ്ലോക്ക് ചെയ്ത് വെച്ചു. അതല്ല, നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ അല്ലേ. അതിനിടയിൽ അവരവിടെ ക്യൂവിൽ നിപ്പുണ്ട്. അങ്ങനെ വീണ്ടും കണക്ക് എഴുതുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10.5 യൂറോയായി നമ്മൾ ഈ ഫെറിക്ക്, മോൾഡേ എന്നുള്ള ഫെറിക്ക്. അപ്പം ആ കണക്ക് കൂടെ എഴുതി വെക്കുകയാണ്. കണക്കെഴുതിയ പേജ് കാണുന്നില്ല. കാശ് മൊത്തം മുടക്കിയത് ചിക്കു ആയതുകൊണ്ട് അതായത് ഈ കണക്കെല്ലാം എഴുതി ലാസ്റ്റ് ചിക്കു എനിക്ക് സംശയം അറിയോ, ഈ കണക്കൊക്കെ എഴുതി ചിക്കു അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എന്റെ കയ്യിൽ 500 യൂറോ വെട്ടിക്കോന്നൊരു സംശയം ഉണ്ട് കേട്ടോ. അതൊന്നുമില്ല, എഴുതുമ്പോ വേണേൽ നോക്കിയിരുന്നു വേണം, സ്കാൻ ചെയ്ത് വെച്ചോണം. കാര്യം ചെറിയ ഫെറി ആയിരുന്നെങ്കിൽ പോലും 100 വണ്ടികളൊന്നും വണ്ടികളല്ലേ. കാറുകളൊക്കെ മുകളിൽ ട്രക്കുകള് മേളത്തെ ഫ്ലോറിലാണ് കാറുകളൊക്കെ ഉണ്ടായിരുന്നത്. നോർവേയിൽ നമ്മൾ വണ്ടി ഓടിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഇടയ്ക്ക് ഒരു ബ്രേക്ക് പോയാൽ അതെ, ഡ്രൈവ് ചെയ്യണ്ടല്ലോ, ഇച്ചിരി റെസ്റ്റ് പോലെ. തിരിച്ച് എപ്പോഴും അരമണിക്കൂർ ഇടവിട്ട് ഫെറി ഉണ്ട്. ഇവിടെ എപ്പോഴും ഫെറി ഉള്ളതാന്ന് തോന്നുന്നല്ലേ. അങ്ങനെ ഇന്ന് ഞങ്ങളാണെങ്കിൽ കാര്യമായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല. ഫെറി ഇറങ്ങി തൊട്ടടുത്ത ഒരു പാർക്കിംഗ് പ്ലേസ് കണ്ടു. ഒരു ചെറിയ മലയുടെ ഇടുക്കിലാണ്, കുഴപ്പമില്ല. ഇനി ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അല്ലേ. ഇച്ചിരി വെയിൽ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ ഒരു വെയിൽ പോയിട്ട് വിഷമമുണ്ട്. ഫുഡിന് വെണ്ടയ്ക്ക തീയലും രാജ്മ പുലാവും പിന്നെ നമ്മുടെ നാടൻ സാലഡും. ഇത് നമ്മൾ വാങ്ങിച്ചതായിരുന്നു അല്ലേ, വാങ്ങിച്ചാണ്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഈ പരിപാടി ചെയ്തത്. അപ്പോൾ നാളെ തൊട്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ കുക്കിംഗ് കലാപരിപാടികൾ ആരംഭിക്കേണ്ടത് അല്ലേ. ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് സെറ്റ് ആവുകയാണ്.
ഇവിടെ നമ്മൾ പോകും, ഇപ്പം തന്നെ പോകും. എനിക്ക് ചോദിക്കട്ടെ. മൊത്തം ഫോഗൊക്കെ ഇറങ്ങിയേക്കുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു പള്ളിയാണ്. നമ്മൾ പോകുന്ന വഴികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് അടുത്ത ഫെറിയറുമാണ്. എല്ലാം കറക്റ്റ് ടൈമിംഗ് ആണെന്നുള്ളതാണ്. 3 ഫെറി കയറി വെയിറ്റ് ചെയ്യണമെന്നില്ല, കറക്റ്റ് ടൈമിംഗ് ആണ്. അല്ല, പ്ലാൻ ചെയ്തൊന്നുമല്ല, കണ്ടോ കറക്റ്റ് 2 മിനിറ്റ് ഉള്ളേ. ഞാൻ സൂം ചെയ്യാം, ടൈമിംഗ് കൊടുത്തേക്കുന്നുണ്ടോ. എത്രയാണ് മുതലാളി ഇവിടുത്തെ ഫെറിക്ക്? 5.50. നമ്മുടെ അടപ്പ് തുറന്നു. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ഭൂതങ്ങൾ പുറത്തിറങ്ങാൻ പോകുന്നു. 30 കിലോമീറ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ഗിയറങ്ങൻ ഫോർട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആ ഒരു വീഡിയോ കൂടെ കാണിച്ച് നമുക്ക് ഇന്നത്തെ കൺകൂടിയാ അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുമായിരിക്കോ? മൊത്തം പുകയും ഫോക്കും പോലെ കാണുന്നത്. നോക്കാം. അങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലമായിട്ട് എഴുതിയേക്കുന്ന ഗിയറങ്കർ 25 കിലോമീറ്റർ കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി വ്യൂയിലേക്ക് പോവാണ്. ചെറിയ മഴയുണ്ട്. നല്ല സൺലൈറ്റ് കുറവുള്ളതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും അടിപൊളിയാണ്, കാണാൻ ഭയങ്കര രസമാണ്. നാളെ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും ഷിപ്പുകളൊക്കെ വരും. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയമാണ്, ജൂൺ ലാസ്റ്റ് ആയിരുന്നു അല്ലേ? ജൂൺ ലാസ്റ്റ് നമ്മൾ ഇതുവഴി വന്ന ഫുള്ള് ഫോഗ് ആയിരുന്നു. അതായത് റോഡ് പോലും കാണാൻ പറ്റാത്ത പോലെ. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെയർ പിൻ വളവുകളാണ് ശരിക്കും ഈ ഇങ്ങോട്ടേക്കുള്ളതല്ലേ. ഹെയർ പിൻ വളവുകളാണ് ഇതിന്റെ ഭയങ്കര ഹൈലൈറ്റ്. സൂക്ഷിച്ച് വേണം വണ്ടി ഓടിച്ച് പോകാനായിട്ട്. സ്പീഡ് കുറച്ച് പയ്യെ ആണ് നമ്മൾ പോകുന്നത്. പിന്നെ അത്യാവശ്യം അല്ലേ, ഹൈ റേഞ്ചിലൂടെ വളയം പിടിച്ച് പരിചയമുള്ളവർക്ക് വലിയ പാടുണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്കിരിക്കുമ്പോൾ ഒരു ശരിക്കും ഹെയർ പിൻ വളവുകൾ എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ. കണ്ടോ, ഇങ്ങനെ വൈപ്പർ ഇടാൻ പറ്റുമോ? അങ്ങനെ ചെറിയൊരു ഇപ്പൊ ആ ഒരു മഴയുടെ ഒരു നനവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ബ്യൂട്ടി. അതല്ലാണ്ട് വെയിലാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഭംഗിയും കൂടെ ആട്ടോ. പക്ഷെ നല്ല ഏത് സീസണിലും നല്ല രസമാണ്. ഫോഗ് അല്ലാതിരുന്നാൽ മാത്രം മതി. ഇതാ മേളിൽ ഫോഗ് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് സ്റ്റേ ആയി. അടിപൊളി വ്യൂ ആണ്. നമ്മുടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതെ, ഇവിടെ നോക്കുന്ന നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് കാണാം. ഷിപ്പ് വരും, അതായത് 2 വലിയ മലകളുടെ ഇടയിൽ ചെറിയ സ്പേസ്, അതിനുള്ളിലൂടെ ഷിപ്പ് വരും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കറക്റ്റ് ഇങ്ങോട്ട് വരും. അങ്ങനെ ഇന്നത്തെ ഡിന്നർ ഇന്ന് തന്നെ മാളു ഓക്കെ ക്രീമും. അപ്പൊ ഇതിനോട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങും. നല്ല വ്യൂ ഉള്ള സ്ഥലത്താണ്. പുറത്ത് മഴയുണ്ട്, നല്ല വ്യൂ ആണ്. മഴ അടിപൊളി വ്യൂ, പക്ഷെ തകർത്തു വരും മഴയാ. പക്ഷെ എന്നേരം നമ്മൾ നമ്മുടെ സന്തോഷം കളയാൻ പാടില്ല. പിള്ളേരെ സംബന്ധിച്ച് പാൻ കേക്ക് ഭയങ്കര, അത് കണ്ടില്ല എന്ത് എക്സൈറ്റ്മെന്റിലായിരുന്നു കഴിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് അല്ലേ ഫ്രഷ് സ്ട്രോബെറി കിട്ടിയതാണ് ഏറ്റവും സന്തോഷം അല്ലേ മാളു? അല്ല ചോക്കി. അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം ടാറ്റ ബൈ. പിള്ളേർ കഴിക്കുന്നതുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയാനൊക്കെ ഭയങ്കര പാടാ. ഫേവറേറ്റ് സംഭവം പിന്നെ നോക്കത്തില്ലോ. താങ്ക് യു. ബൈ.